അശ്വന്ത് കാശിന് വേണ്ടി റിവ്യൂ ചെയ്യുന്ന ആളല്ലെന്ന് തോന്നുന്നു. കാരണം അശ്വന്തിന്റെ റിവ്യൂ ഏറ്റവും ഒരു ഓഫ് കോഴ്സ് കാശ് സൈഡാണ്. അതെ അതെ, ഞാൻ പറഞ്ഞിപ്പം എല്ലാ സിനിമയും റിവ്യൂ ചെയ്യലും സിനിമയുടെ ഒരു സ്റ്റാൻഡേർഡ് നോക്കി റിവ്യൂ ചെയ്യുക എന്ന് പറയുന്നത് അത് മറ്റൊരു തലമാണ്. അപ്പം മിനിമം അശ്വന്ത് ഒരു ഏറ്റവും ചെറിയതെന്ന് കരുതപ്പെടുന്ന എല്ലാ സിനിമയും അവരുടെ മേക്കേഴ്സ് വലിയ സിനിമകൾ തന്നെയാണ്. അതെ അതെ അതെ. പക്ഷെ ബട്ട് സ്റ്റിൽ പുറത്തിറങ്ങുമ്പോൾ ആൾക്കാർ അങ്ങനെ വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത ചില സിനിമകൾ റിവ്യൂ ചെയ്താൽ മിനിമം 1-2 ലക്ഷം എങ്കിലും ഏറ്റവും കുറഞ്ഞ അശ്വന്തിന്റെ ഒരു വീഡിയോ ഓടും. അതിന്റെ ലക്ഷം വ്യൂസ് അല്ലേ പറയുന്നത്? ലക്ഷം. അതെ അതെ അതെ. അതിന്റെ റിട്ടൻഷൻ അശ്വന്തിന്റെ ഭയങ്കര ഹൈ ആയിരിക്കും സാധാരണക്കാർ. കാരണം നിങ്ങൾ എന്താണ് പറയുന്നത് കാണാൻ വേണ്ടി വളരെയധികം ആൾക്കാരുണ്ട്, സർക്കാസ്റ്റിക് മൂഡിലുള്ള സംസാരം കേൾക്കാൻ വേണ്ടി. അപ്പം അതിൽ നിന്ന് വരുന്ന റവന്യൂ വലുതായിരിക്കും. റവന്യൂവിന് വേണ്ടി മാത്രമാണെന്നുണ്ടെങ്കിൽ എല്ലാ സിനിമകളും റിവ്യൂ ചെയ്താൽ മതിയായിരുന്നു. പൈസ സെക്കൻഡറി ആയിട്ട് കാണുന്ന വ്യക്തിയാണ്. സെക്കൻഡറി കാരണം ലോങ് റണ്ണിൽ അത് ബാധിക്കും. അത് ആൾക്കാർ നിങ്ങൾ പറഞ്ഞാൽ തന്നെ അതിനുള്ള ഉത്തരമുണ്ട്. ആൾക്കാർക്ക് ഒരു ക്യൂരിയോസിറ്റി വരാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്നതിനകത്ത് സംതിങ് ഉണ്ട്, യുണീക്ക് ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ്. ഞാൻ ചവറ് പോലെ $50 $100 വേണ്ടിയിട്ട് പിന്നെ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഗ്രാജുവലി ആൾക്കാരുടെ ആ ക്യൂരിയോസിറ്റി നഷ്ടപ്പെടുകയും പിന്നെ എനിക്ക് തന്നെ ഇതൊന്നും ഭയങ്കര പാടല്ലേ. നിങ്ങൾക്കറിയാലോ, രാവിലെ നമ്മൾ എഴുന്നേറ്റ് ആൾക്കാർ പറയുന്ന ഒരു പണിയില്ല എന്ന്. പക്ഷെ എന്താ പറഞ്ഞാലേ നമ്മൾ എഴുന്നേറ്റ് എവിടെ നിന്ന് എഫേർട്ട് എവിടെ തലേ ദിവസം തുടങ്ങുന്ന എഫേർട്ട്, തലേ ദിവസം നേരത്തെ ഉറങ്ങണം, അടിച്ച് ഓഫായി കഴിഞ്ഞാൽ പോയി. തലേന്ന് നേരത്തെ ഉറങ്ങണം, അവിടെ നിന്ന് ഉറങ്ങുന്ന എഫേർട്ട്. അപ്പോൾ ഉറങ്ങുന്ന ഒരു എഫേർട്ട് ആണോ എന്ന് ചോദിക്കൂ. സ്ഥിരമായിട്ട് ലേറ്റ് ആയിട്ട് ഉറങ്ങുന്ന ആൾക്ക് നേരത്തെ ഉറങ്ങുന്ന ഒരു എഫേർട്ട് തീർച്ചയായിട്ടും. അത് കഴിഞ്ഞ് പിന്നെ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ഡ്രസ്സപ്പ് ചെയ്ത് നമ്മളവിടെ എത്തി. വണ്ടി പാർക്ക് ചെയ്യാൻ തന്നെ ബുദ്ധിമുട്ടാണ്. കാരണം ഇവർ ഭയങ്കര ശല്യമാണ് വണ്ടി പാർക്ക് ചെയ്യാൻ പറയുന്ന ആൾക്കാർ. എല്ലാ തിയേറ്റേഴ്സിലും ഇല്ലേ, കൺജസ്റ്റഡ് ആയുള്ള തിയേറ്റേഴ്സിൽ. പിന്നെ അവിടെ പോയി ഇത് കണ്ടു തീർക്കണ്ടേ. ചില സിനിമകളൊന്നും കണ്ടു തീർക്കാനാവില്ല, ഇൻ്റർവെൽ ആകുമ്പോഴത്തേക്കിനെ ക്ഷീണിക്കും. പിന്നെ നമ്മൾ ഒരു കോഫിയെ കുടിച്ച് വീണ്ടും ഓണായി ഇരുന്ന് ഇത് കണ്ടു കഴിയുമ്പോഴത്തേക്കിന് എക്സോസ്റ്റഡ് ആയി പോകും. പിന്നെ ഇതിനെ കുറിച്ച് പറയണ്ടേ, പിന്നെ എഡിറ്റ് ചെയ്ത് അത് അപ്പോഴത്തേക്ക് നമ്മുടെ ഒരു പകുതി ദിവസം കഴിഞ്ഞു. ഇനി 2 സിനിമയുള്ള ദിവസമാണെങ്കിൽ പിന്നെ ഇത് പറഞ്ഞ് ഇതിൻ്റെ മോഡ് ഓഫിൽ വേണം അടുത്ത സിനിമ കാണാൻ പോകും. അപ്പം നമ്മൾ വീണ്ടും ഒന്ന് റിഫ്രഷ് ചെയ്തിട്ട് വേണം പോകാൻ. അപ്പം ഒരു സിനിമ കാണുക ഭയങ്കര മെനക്കെട. ഏറ്റവും ഈസി എന്താ അറിയോ, സിനിമ കാണാതെ ചെയ്യുന്ന കോണ്ടന്റാണ്. ഇപ്പം എനിക്കറിയാവുന്ന പല ആൾക്കാർ സിനിമ കാണുന്നത് കുറച്ചിട്ട് ഇപ്പം സിനിമേതര കോണ്ടന്റ്സ് അല്ലെങ്കിൽ സിനിമ റിലേറ്റഡ്, അതാകുമ്പോൾ നമുക്ക് ഈ ഒരു ലോങ് പ്രോസസ് ഇല്ല. നമുക്ക് ഇരുന്നൊരു വിഷയം പഠിച്ച് പ്രസന്റ് ചെയ്യണം. പക്ഷെ എല്ലാത്തിനും റിസ്ക് ഉണ്ടേ, എല്ലാത്തിനും എൻ്റെ റിസ്ക്കും എഫേർട്സും ഉണ്ട്. ഞാൻ പറഞ്ഞു, പക്ഷേ ഇതൊരു ഫിസിക്കൽ എഫേർട്ട് കൂടുതലാണ്. അത് വല്ലപ്പോഴും സിനിമ കാണുന്ന ആൾക്കാർ ഫീൽ ചെയ്യില്ല. കാരണം സാധാരണ ആളുകൾ സിനിമ കാണാൻ പോകുന്ന എപ്പോഴാണ്, ഒരു വീക്കെൻഡിൽ ജോലിയുടെ ടെൻഷനൊക്കെ ഒന്ന് കുറയ്ക്കാൻ. അപ്പോൾ അവർക്ക് ഈ തിയേറ്ററിനകത്ത് കാരണം കിട്ടുന്ന ഒരു AC-ക്കകത്ത് കയറുന്ന നല്ല സ്മെല്ല്, നല്ല ഫ്രഷ് ആയിട്ടുള്ള സ്പേസ്, ആ കോംഫി സോണിൽ ഇരിക്കുമ്പം തന്നെ അവർക്ക് പിന്നെ ഏത് സിനിമയിലും കൂടുതൽ പെട്ടെന്ന് എൻജോയ് ചെയ്യാൻ പറ്റും. മാത്രമല്ല അവർക്ക് ആ ഒരു സുഖം കിട്ടും. 2 മണിക്കൂർ സ്പെൻഡ് ചെയ്യുക. ഇത് ഡെയിലി ഇത് 2-3 തവണ നമ്മൾ ഈ സ്ഥലത്ത് പോകുമ്പോഴേ, ആഴ്ചക്ക് 3-4 ദിവസം തിയേറ്റർ പോകുമ്പോഴേ, അത് സ്ഥിരം ഒരേ തിയേറ്റേഴ്സിൽ തന്നെ പോകുന്നത്. അപ്പോൾ ആ ഒരു വ്യത്യാസമുണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ പൈസയുടെ മാത്രമല്ല നോക്കുന്നത്, പിന്നെ ഓഫ് കോഴ്സ് ക്വാണ്ടിറ്റിയൊക്കെ ഉള്ള അധികം കൂടുതൽ ക്വാണ്ടിറ്റിയാണ് നോക്കുന്നത്. ക്വാണ്ടിറ്റിയൊക്കെ കൂടുതൽ ക്വാളിറ്റിയാണ്. ഈ ഒരു സിനിമ കണ്ടുവന്നു, ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് രാത്രി 11 റിവ്യൂ അപ്പ് ചെയ്തിട്ടുണ്ട്. മോസ്റ്റ്ലി അങ്ങനെ ആയിരിക്കും മിക്കതും വരുന്നത്. അതെ അതെ അതെ. ഈ ഒരു മത്സര ബുദ്ധി ഉണ്ടാവാറില്ല. ഇപ്പൊ ഉണ്ണി വ്ലോഗ് അപ്പറയുണ്ട്, അതുപോലെ ഷസാം അപ്പറയുണ്ട്. എനിക്ക് ആദ്യം കുറച്ചുകൂടി വ്യൂയിലേക്ക് എത്തും, അങ്ങനെ ഒരു തോന്നല്ല. അല്ല, ഞാൻ എപ്പോൾ ഇട്ടാലും എൻ്റെ ഒരു ഓഡിയൻസ് അവിടെ ഉണ്ട്, അവർ വന്നോളും. അശ്വന്തിന്റെ റിവ്യൂവിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് ആ ഒരു കോൺഫിഡൻസ് ആണ്. രാത്രി 12 റിവ്യൂ 100% കോൺഫിഡൻസ് ഉണ്ട്. കാരണം അത് അതേപോലെ ശരിയാണെന്നുള്ളതാണ്. അല്ല, അതെന്താ അറിയോ, ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം. എൻ്റെ റിവ്യൂ ഇപ്പോൾ ഉണ്ണിയുടെ റിവ്യൂ കണ്ടാലും എൻ്റെ റിവ്യൂ കാണും, ഷാസിൻ്റെ കണ്ടാലും എൻ്റെ കാണും, സീക്രട്ടിൻ്റെ കണ്ടാലും എൻ്റെ കാണും, എബിൻ്റെ കണ്ടാലും എൻ്റെ കാണും. അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് കിട്ടുന്ന റീച്ച് എനിക്ക് കിട്ടും. ഇനി വൈസ് വേഴ്സ പറയുകയാണെങ്കിൽ ചിലപ്പം ഞാൻ വളരെ നേരത്തിട്ടാണെങ്കിൽ ചിലപ്പം ഷാസിനെ എന്തായാലും ബാധിക്കൂല. കാരണം ഷാസിന് ഇതുപോലെ കൾട്ട് ഓഡിയൻസ് ഉണ്ട്. ഉണ്ണിയായാലും തിരുവനന്തപുരം അങ്ങനെ ചെറിയ ഉണ്ണി ചെറുന്നല്ല ഞാൻ പറഞ്ഞ തിരുവനന്തപുരമൊക്കെ ഇങ്ങനെ അവർക്ക് ഓഡിയൻസ് വരുന്നത് ഇതിന്റെ റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ പിന്നെ ഞാൻ ഇട്ട് കഴിഞ്ഞിട്ട് ഓൾറെഡി ഒരു തീരുമാനമായ പോലെ അവർക്ക് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആൾക്കാരെ അങ്ങനെ ആദ്യം കാണൂല. പക്ഷെ അത് തീരെ ബാധിക്കാതെ ഷാസിനെ ഒരു തരത്തിലും ബാധിക്കില്ല. കാരണം ഷാസിന് എന്നെ പോലെ തന്നെ കൾട്ട് ഓഡിയൻസ് ഉണ്ട്. ഉണ്ണിയോ തിരുവനന്തപുരത്തിനെയൊക്കെ അല്ലെങ്കിൽ എബിനെയൊക്കെ വേരി ചെയ്തൊക്കെ വ്യൂസ് വേരി ചെയ്തൊക്കെ എന്നാലും അവരുടെ പക്ഷെ അവരുടെ മിനിമം വ്യൂസ് ഓഫ് കോഴ്സ് മിനിമം വ്യൂസ് എന്തായാലും ഉണ്ണിക്ക് ഒരു വീഡിയോ കിട്ടേണ്ട വ്യൂ എന്തായാലും കിട്ടും. പക്ഷെ ഈ ടൈം മാറും. പിന്നെ നിങ്ങൾ പറഞ്ഞാൽ നമുക്കിതില്ല, കോമ്പറ്റീറ്റീവായിട്ട് മത്സര ബുദ്ധി ഞാൻ ആദ്യം ഇട്ടുകളെ അങ്ങനെയൊന്നുമില്ല. ആരിട്ട് എപ്പോൾ വേണം ഇട്ടുകളെ നമുക്ക് കുഴപ്പമില്ല. നമ്മൾ തന്നെ പറയും ഈ സിനിമ കാണുന്നില്ലേ, നമ്മൾ ചോദിക്കും ഇത് മനസ്സിലായില്ലേ, റിവ്യൂ കാണാതായില്ലേ, എന്താ കണ്ടില്ലേ ചോദിക്കും. അങ്ങനെ ചോദിക്കും നിങ്ങൾ.
ഇടാൻ വേണ്ടി നമ്മൾ മോട്ടിവേറ്റും ചെയ്യും. നമുക്ക് അങ്ങനെ പ്രശ്നമല്ല, കാരണം നമുക്കുള്ള സീസണുള്ള സീസണിന് എല്ലാവരുടെയും വിശ്വാസമാണ് ശരിക്കും. ഈ അശ്വന്തിനെയും ഉണ്ണിയെയും ഷസാമിനെയും ഒക്കെ എടുത്ത് നോക്കുമ്പം ഇവരിൽ നിന്നൊക്കെ അശ്വന്തിന് ഒരു കുറച്ചൊരു മേൽക്കൈ കിട്ടുന്നതിന് റീസൺ എന്തായിരിക്കും തോന്നിയിട്ടുണ്ടോ? അല്ലെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും മറ്റ് റിവ്യൂവേഴ്സിൽ നിന്ന് അശ്വന്തിനെ മാറ്റി നിർത്തുന്ന ഘടകം എന്താണ്? സെൽഫ് ഇവാലുവേഷൻ. അതെ, അവർ കുറച്ചുകൂടെ സോഫ്റ്റാണ്. അതായത് അപ്പോൾ ഷാസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ല സിനിമയാണെങ്കിൽ ഷാസ് അത് നല്ല മാക്സിമം ഇതിൽ തന്നെ പറയും. തീരെ പോക്കാണെങ്കിൽ പുള്ളി അങ്ങനെ ഇതാക്കാണ്ട് അങ്ങ് ഒഴിവാക്കി പറയും. പടം ആ ഒരു സാധനം പറഞ്ഞു. ഇവിടെ ഉണ്ണിയാണെങ്കിൽ പിന്നെ ഭയങ്കര അനലിറ്റിക്കലും ആയിട്ടാണ് പറയുന്നത്. ഉണ്ണിയുടെ ഫ്ലോ ഇല്ല. ഉണ്ണി ഇപ്പം ഓവർ എക്സൈറ്റഡ് ആവില്ല, ഓവറായിട്ട് റൂഡ് ആവില്ല. അതെ, ഉണ്ണിയുടെ ഫ്ലോ ഉണ്ട്. അപ്പം ഞാൻ എൻ്റെ റിവ്യൂ എന്ന് പറഞ്ഞാൽ പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഞാൻ പല സിനിമയ്ക്ക് പല മോഡലാണ് പറയുന്നത്. എനിക്കൊരു സ്ഥിരമായിട്ടുള്ളൊരു സ്റ്റൈൽ ഞാൻ ഫോളോ ചെയ്യുന്നില്ല. അപ്പം ഞാൻ സിനിമയുടെ മെറിറ്റ് നോക്കിയിട്ട് അപ്പം സിനിമയ്ക്ക് കൊടുക്കേണ്ട ആ ഒരു റെസ്പെക്റ്റ് കൊടുക്കേണ്ട സിനിമയുടെ ആ രീതിയിൽ പറയും. വെറും കൂത്തറ സിനിമയാണ് അങ്ങനെ പറയും. പിന്നെ ഞാൻ ഏത് ലാംഗ്വേജ് ഉപയോഗിക്കുന്നത് എനിക്ക് പോലും അറിയില്ല. ഞാൻ ചിലതൊക്കെ ഫ്ലോയിലങ്ങ് വരുന്നതാണ്. പിന്നെ ഞാൻ എന്ത് പറയുന്നത് ഞാൻ അധികം പ്രിപ്പയർഡ് അല്ല. ഞാൻ കോണ്ടന്റ് വൈസ് പ്രിപ്പയർഡ് ആയിരിക്കും. ഇപ്പോൾ ആരാണ് ഡയറക്ടർ, ആരാണ് ടെക്നീഷ്യൻസ്, ആരാണ് ആക്ടേഴ്സ് എന്നൊക്കെ ഞാൻ പ്രിപ്പയർഡ് ആയിരിക്കും. അല്ലാതെ ആ സിനിമയെ ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറയുന്നത് അപ്പോൾ ആളുകൾക്ക് ഓരോ റിവ്യൂയും ആളുകൾക്ക് അത്ര ഇനി ചിലപ്പോഴെന്നെ ആളുകൾ കമൻറ്റ് ചെയ്യാറുണ്ട്, സാധാരണ റിവ്യൂ പോലെ അല്ലല്ലോ ഇതെന്താ ഒരു ഉഴപ്പി പറയുന്ന പോലെയെന്ന്. അപ്പോൾ ആളുകൾക്ക് പിന്നെ വേറെ ബേസിക് ആളുകൾക്ക് ഭയങ്കര ഷാർപ്പായിട്ട് പറയുന്നതാണ് ബേസിക്കലി ഒരു മോബ് സൈക്കോളജി പറയുന്നത്. അപ്പോൾ നിങ്ങൾ തന്നെ ഇപ്പോൾ ഷാർപ്പായിട്ടൊരു ഇൻ്റർവ്യൂ ആണെങ്കിൽ നിങ്ങളുടെ ഇൻ്റർവ്യൂ ആണ് കൂടുതൽ ആളുകളുണ്ടാവും. ഇപ്പോൾ ചാനൽസ് എടുത്ത് നോക്കിയോ, ഇപ്പോൾ റിപ്പോർട്ടർ ചാനലിനൊക്കെ ഇത്രയും വ്യൂസ് ഇപ്പം എടുത്ത് കൂടാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഭയങ്കര ഷാർപ്പാണ്. അതായത് കൂടുതലായിട്ട് ബ്ലേറ്റൻ്റ് ആയിട്ടാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതും കാര്യങ്ങൾ അനലൈസ് ചെയ്യുന്നതും. അല്ലാതെ ഒഴുക്കം മട്ടിലാകുന്ന സമയത്ത് ആൾക്കാർക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതാണ് രീതി. അതെ അതെ. ഈ ചില വാക്കുകളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ഇപ്പം നമ്മളിപ്പോൾ ഒരു റിവ്യൂ പറയുമ്പോൾ കഥ ഓർത്ത് വെക്കും, അതിനകത്ത് ടെക്നീഷ്യന്മാരുടെ ഇത് ഓർത്ത് വെക്കും, അതിനപ്പുറം വേറെ ഇത് ഏത് റൂട്ടിൽ പറയണം എന്നുള്ള അങ്ങനത്തെ ചിന്തകളൊന്നുമില്ല. അതാ വരുന്ന ഫ്ലോയിൽ പറയാന്ന് മാത്രമേ ഉള്ളൂ. അല്ല, ചിന്ത അതായത് സിനിമ കണ്ടു കഴിയുമ്പോഴത്തേക്ക് മനസ്സിലാവും ഞാൻ എന്താ പറയാൻ പോകുന്നത്, എനിക്ക് തന്നെ അറിയാം. പക്ഷെ അത് എങ്ങനെ പറയുന്നുള്ളത്, ഹൗ വിൽ ഇറ്റ് ബി ഡെലിവേർഡ് എന്നുള്ളത് ഞാൻ ആ സമയത്ത് ആലോചിക്കുന്നില്ല. പക്ഷെ എങ്ങനെ പറയണം എന്നുള്ളത് എനിക്കറിയാം. അത് ഓരോ സിനിമ കാണുമ്പോഴും നമുക്ക് കിട്ടും, ആ ഒരു മൂഡ് കിട്ടും പറയാനുള്ള, ഉള്ളിൽ നിന്ന് വരും. അതെ 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 അതെ. ഈ ചില വാക്കുകളൊക്കെ ഉണ്ട്, അയ്യോ എന്ന് പറഞ്ഞ അയ്യോ പറഞ്ഞ വാക്കുകളൊക്കെ ഉണ്ട്. പിന്നെ വയ്യ, ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാവോ അതിതാണ്. ഇപ്പൊ അശ്വന്ത് അത് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ആ പടത്തിന് നമുക്കൊരു ഐഡിയ കിട്ടും. ഇതൊക്കെ ഓർഗാനിക്കലി വന്ന അതോ ചില വാക്കുകൾ അങ്ങനത്തെ പ്ലാനിങ്ങൾ ഒന്നും ഇല്ലാത്തൊരു വ്യക്തിയാണ്? പ്ലാനിങ് ഒന്നുമില്ല. ഞാൻ റിയൽ ലൈഫിൽ അങ്ങനെ സംസാരിക്കുന്ന ആളാണ്. എന്ന് പറഞ്ഞിട്ട് നമ്മൾ സംസാരിക്കില്ലേ സാധാരണ. അപ്പോൾ അതങ്ങനെ സംസാരിച്ച് അതെൻ്റെ ഒരു സ്റ്റൈലാണ്. പിന്നെ ഞാൻ വന്നൊരു സ്കൂൾ അങ്ങനെയാണ്, അതായത് സ്കൂൾ തന്നെ സോഷ്യൽ മീഡിയ സ്കൂൾ അങ്ങനെയാണ്. ഞാൻ കുറേ വർഷമായിട്ട് ഇതിലുള്ള ആളാണല്ലോ, ഫേസ്ബുക്കിലൊക്കെ ഉള്ള ആളാണല്ലോ. അതെ, FFC ഹോട്ടലിൽ. അപ്പോൾ എനിക്ക് ആ ഒരു കൾച്ചർ എനിക്കുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് ആ ഫ്ലോ വരും. ഐ മീൻ ഡിക്ഷൻസ് യൂസ് ചെയ്യുന്നതിൽ, വേർഡ്സ് യൂസ് ചെയ്യുന്നതിൽ ഞാൻ ഭയങ്കരമായിട്ട് അതിൽ തന്നെയുള്ള ആളല്ലേ, അതിൽ നിന്ന് വന്നിട്ടുള്ള ആളല്ലേ. അപ്പോൾ എനിക്കത് കിട്ടും. ഓക്കെ. ഈ FFC എന്ന് പറയുമ്പോൾ ഒരു കാര്യം ഓർക്കണം, ഈ FFC ഇപ്പൊ റിഗ്രറ്റ് ഉണ്ടോ? ഇല്ലല്ല, റിഗ്രറ്റ് ഒന്നുമില്ല. കാരണം നമ്മൾ ഓരോ സമയത്ത് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യുന്നത്, പിന്നീട് റിഗ്രറ്റ് അടിച്ചിട്ട് കാര്യമില്ല. പക്ഷെ ഞാൻ ഏതോ ഒരു ഇതിൽ ഞാൻ ചോദിച്ചിരുന്നു, അല്ല എനിക്ക് മറ്റേ 24 ജനകീയ കൂടുതലാണ് തോന്നുന്നത്, ഇതേ ചോദ്യം ആഷ്മി ചോദിച്ചിരുന്നു. റിഗ്രറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അന്ന് അങ്ങനെ അത് ഓപ്പൺ ചെയ്തതിൽ റിഗ്രറ്റ് ഇല്ല. പക്ഷെ അങ്ങനെയൊക്കെ സംഭവിച്ചു, അങ്ങനെ ഒരു കൾച്ചർ ഉണ്ടായി, അതാണ് സംഭവിച്ചു പോയത്. അതിൽ ഇനിയിപ്പോൾ റിഗ്രറ്റ് അടിച്ചിട്ട് കാര്യമില്ല. ഇന്നും മമ്മൂക്കയുടെ സൂര്യമാനസത്തിലെ ഫോട്ടോ വെച്ച് ഇന്നും ആ പേരുകളിൽ ഇന്നും സ്റ്റിക്കേഴ്സുകളുണ്ട്, ലാലേട്ടന്റെ സ്റ്റിക്കേഴ്സുകളൊക്കെ ഉണ്ട്. അപ്പം ഇതൊക്കെ ഇത്രയും അങ്ങ് കോമൺ ആയി വരുന്നൊന്നും അങ്ങനത്തെ ചിന്തകളൊന്നുമില്ല. അന്നത്തെ ഒരു ഓളത്തിന് അങ്ങ് തുടങ്ങുന്നു. അതെ, ഓളത്തിന് അത് നമ്മൾ അറിയുന്നില്ലല്ലോ, ഫ്യൂച്ചർ നമുക്ക് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പം അന്നറിയില്ലല്ലോ ഇതിങ്ങനെ ഇത്രയും വലിയൊരു പോപ്പ് കൾച്ചറായി മാറുന്നുള്ള അറിയില്ലല്ലോ. ഇത് പിന്നെ ഒന്നാമത് ഞാൻ ഒരു സംഭവം തുടങ്ങിയതല്ലാതെ ഇതൊക്കെ ആട്രിബ്യൂട്ട് ചെയ്ത് ഇതൊക്കെ ഇങ്ങനെ ഡിസമിനേറ്റ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്തുള്ള ഒരു +2 അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുന്ന പിള്ളേരാണ്. അവർക്കെല്ലാം ഇപ്പം 10-30 വയസ്സ് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് പ്രാരാബ്ധമായി. അവരൊന്നും ഇല്ല ഇപ്പോൾ ഇത് യൂസ് ചെയ്യുന്നേ. അവരൊന്നും ഫാൻ ഫൈറ്റും ഇല്ല, ഒരു പരിപാടിയില്ല, ഫേസ്ബുക്കിന് യൂസ് ചെയ്യുന്നില്ല. അവർക്കെല്ലാം 10-35 വയസ്സായി. ഇപ്പോഴത്തെ പിള്ളേരാണ്, ജെൻസി പിള്ളേർ ഇത് കണ്ടിന്യൂ ചെയ്യാം ഇൻസ്റ്റയിലും അവിടെ ഇവിടെയൊക്കെ. ഇവർക്ക് അറിയില്ല ഇതെങ്ങനെ ഇതിൻ്റെ
ഒറിജിനും ഇതെങ്ങനെ വന്നതെന്ന് എവിടെയാണെന്നും FSC ഒന്നും അറിയില്ല. അതുകൊണ്ട് തന്നെ ഇപ്പം ഞാനിപ്പോൾ യൂട്യൂബിൽ ചില ദോസ് കൈൻഡ് ഓഫ് വേർഡ്സ് യൂസ് ചെയ്യുന്ന സമയത്ത് ഇവർക്ക് അറിയില്ല ഇത് എവിടെ നിന്ന് വന്നതെന്ന്. ഇവർ വിചാരിക്കുന്നത് ഞാനിപ്പോൾ എന്തോ കണ്ടുപിടിച്ച് പറഞ്ഞതാണ്. ഇത് ഓൾറെഡി ഉള്ളതാണ്, എക്സിസ്റ്റിംഗ് വേർഡ്സ് തന്നെ ഉപയോഗിക്കുന്നത്. അല്ല ഞാനായിട്ട് കോയിൻ ചെയ്ത വേർഡ്സും അങ്ങനെയൊന്നുമില്ല. അത് പഴയ ആൾക്കാർക്ക് എൻ്റെ റിവ്യൂ ആണ് മനസ്സിലാവും. ഞാൻ പിന്നെ ഫേസ്ബുക്കിൽ ഇപ്പം അങ്ങനെ റിവ്യൂ ഇടാറില്ല. ഇല്ല. യൂട്യൂബ് മാത്രമേ ഫോക്കസ് ചെയ്യുന്നത്. ഫേസ്ബുക്കിൽ അശ്വന്ത് തന്നെയാണോ ഹാൻഡിൽ ചെയ്യുന്നത്? എൻ്റെ ഇൻസ്റ്റയിൽ ഞാൻ എൻ്റെ ഫോട്ടോസ് മാത്രമേ ഇടാറുള്ളൂ. അശ്വന്ത് തന്നെയാണ് അത് ഹാൻഡിൽ ചെയ്യാൻ മാത്രമൊന്നുമില്ല, ഞാൻ വല്ലപ്പോഴും ഫോട്ടോ എടുത്തിടും, അത്രേ ഉള്ളൂ. റീൽസ് ചെയ്യാറില്ല. മെസ്സേജസ് ഒക്കെ വായിക്കാറുണ്ടോ അതിൽ തന്നെ? മെസ്സേജസ്, ഹിഡൻ മെസ്സേജസ് ഇടയ്ക്ക് എടുത്ത് വായിച്ചു, ഫുള്ള് തെറിയായിരിക്കും. പിന്നെ അതിൽ ഏതെങ്കിലും ഒന്നെങ്ങനെ ഉണ്ടാവും ജെന്യൂൻ ആയിട്ടുള്ളൊരു മെസ്സേജ്, നമ്മളെന്തെങ്കിലും കാര്യം പറഞ്ഞിട്ടല്ല, കൂടുതലും തെറിയാം. മറുപടി നമുക്കില്ലല്ലോ. എന്ത് മറുപടി? ഇവർ വിളിക്കുന്ന തെറിയൊക്കെ മിക്കതും ഞാൻ കണ്ടുപിടിച്ചത്, എന്നിട്ട് അവരെന്നെ തന്നെ വിളിക്കുക. സൃഷ്ടാവരിയാണ്. ഒരു സിനിമ ഇറങ്ങുന്നു, അതിന്റെ റിവ്യൂ ഇടുന്നു, 2 ദിവസത്തിന് ശേഷം അത് ഡിലീറ്റ് ആക്കും സിനിമയാണ്. അപ്പം അത് എന്തുകൊണ്ട് ഡിലീറ്റ് ആക്കി എന്നുള്ള അതിൽ നിന്ന് കേട്ട ഒരു കഥ, എനിക്കൊരു കഥ അറിയാം. ഒറിജിനൽ വേഷം, OG വേഷം ഞാൻ പറഞ്ഞുതരാം. അത് ഞാൻ കേട്ട കഥ എന്തോ ആയിക്കോട്ടെ. ഒറിജിനൽ വേർഷൻ എന്താണ്? ഒറിജിനൽ വേഷം ഇയാളെ പിന്നെ എന്നെ ഭീഷണിപ്പെടുത്തി, വധഭീഷണി, അയാൾ പറഞ്ഞ വാക്കുകൾ നമ്മുടെ പറയാൻ പറ്റില്ല. പക്ഷെ ആ സമയത്ത് ഞാനൊരു ഡിപ്രസീവ് സ്റ്റേറ്റിലായിരുന്നുണ്ടായത്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഒരു ലൈഫിൽ ഒരു സ്റ്റേജസ് ഉണ്ടാവല്ലോ. അന്ന് എനിക്ക് ഞാൻ ഭയങ്കര ലോൺലി, മെൻ്റലി വീക്കായി നിൽക്കുന്ന സമയമായിരുന്നു. അപ്പോൾ ഇയാൾ എന്നെ കൊല്ലുന്നു, ഇയാൾ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്നു വെച്ചിരുന്നല്ലോ. ഇയാൾ പറഞ്ഞത് ഞാനിത് ഇപ്പം 5-6 ആൾക്കാരായിട്ട് ഇപ്പം അങ്ങോട്ട് വരുവാണ്, കോഴിക്കോടേക്ക് വരുവാണ്. ഇവിടെ വന്നിട്ട് വിളിച്ചത് വന്നിട്ടൊന്നല്ല, അയാൾ കൊച്ചിയിൽ നിന്ന് വിളിച്ചത്. അയാൾ വരുന്ന പറഞ്ഞത്. എന്നിട്ട് SM സ്ട്രീറ്റ് കൊണ്ടുപോയിട്ട് നിന്നെ ഇത് ചെയ്യും, അത് ചെയ്യുന്നൊക്കെ അയാളൊരു ഫാൻറ്റസി പറയാം അയാൾ. അപ്പോൾ അയാളിങ്ങനെ പറഞ്ഞ് പിന്നെ ഇയാൾ വിടുന്നില്ല. ഞാൻ പറഞ്ഞാൽ പറ്റൂല, ഡിലീറ്റ് ചെയ്യാൻ പറ്റൂല. ഇയാൾ നല്ല തെറിയ പറയാം, ഞാൻ തിരിച്ചൊന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞാൽ അതൊക്കെ മോശമല്ലേ, ഇങ്ങനെ പറയുന്നത് മോശമല്ലേ, തെറി പറയാൻ നമുക്ക് അറിയാത്തോണ്ടല്ലോ. പിന്നെ ഇയാൾ വളരെ പ്രായമുള്ളൊരു മനുഷ്യനല്ലേ. അപ്പോൾ ഇയാൾ ഫാൻറ്റസീസ് പറയുന്നത്, ഇയാൾ പെർവേർഷൻ മൊത്തം ഇയാൾ പറയാം. അത് ഇവിടെ പറയാൻ പറ്റില്ല ഇയാൾ എന്താ പറയുന്നത്. അങ്ങനെ ഇയാൾ ഒരു കോൾ വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു പറ്റില്ല പറഞ്ഞു. അപ്പോൾ രാത്രി ഇയാൾ വീണ്ടും വിളിച്ചു. അങ്ങനെ ഇത് ഈ പറഞ്ഞ പോലെ കേസ് ഉണ്ട്. ഭയങ്കര ഹൈപ്പില്ലാത്തത്, ലോ ഇല്ല, ആരും കാണാത്ത പടം. ചെയ്താലും ചെയ്തില്ലെങ്കിൽ കുഴപ്പം. ഒരുപക്ഷെ ഇയാളതിന് മുമ്പ് ഭീഷണിപ്പെടുത്തല്ലാതെ മറ്റു കേസ് പോലെ പറയുകയാണെങ്കിൽ ചിലപ്പോൾ ഞാൻ സിനിമേനെ കാണില്ലായിരുന്നു. പക്ഷേ ഇയാൾ ഇതിന് ശേഷമാണ്. അപ്പോൾ ലാസ്റ്റ് എനിക്ക് എൻ്റെ മെൻ്റൽ കണ്ടീഷൻ മോശമായതുകൊണ്ട് എനിക്ക് ആ സമയത്ത് പ്രഷർ എടുക്കാനുള്ള മൈൻഡില്ല. എനിക്ക് 2 വഴിയുള്ളത്. ഒന്ന് ഡിലീറ്റ് ചെയ്യാതെ ലീഗലായിട്ട് പോവാം. എനിക്ക് തൊട്ടടുത്ത സ്റ്റേഷനിൽ പോയിട്ട് കോൾ റെക്കോർഡ്, വധഭീഷണി മാത്രമല്ല, ഇയാൾ ഭയങ്കര ഭീകരമായുള്ള സാധനങ്ങൾ പറയാം, കോൾ റെക്കോർഡ് ഉണ്ട്. എന്നിട്ട് എനിക്ക് പ്രസ് മീറ്റും വിളിക്കാം, മീഡിയക്കും കൊടുക്കാം. അതൊന്ന്. പക്ഷെ അതിന് പോയി ഞാൻ പുറകെ പോകണം. പിന്നെ അതിനുള്ള സ്റ്റെഫില്ല, അതിനുള്ള സ്റ്റെഫില്ല. പിന്നെ രണ്ടാമത് എനിക്ക് ചെയ്യാൻ വെച്ചാൽ ഇയാളെ വെല്ലുവിളി സ്വീകരിക്കാം. അത് നിങ്ങൾ വന്നോ, ഇയാൾ അഡ്രസ്സ് താടാ മോനെ ആ ലൈനില്ല. അപ്പം ഞാൻ എൻ്റെ അഡ്രസ്സ് ഇതാണ്, നിങ്ങൾ വന്നോ, ഞാൻ റെഡി എന്ന് പറഞ്ഞിട്ട് നമ്മൾ നിൽക്കുക. മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശല്യം ഒഴിവാക്കുക. ഇത് ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കി കളയാം. പക്ഷെ അന്ന് എനിക്ക് പറ്റിയ മിസ്കാൽക്കുലേഷൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ചു ഇത് ഡിലീറ്റ് ചെയ്താൽ ശ്രദ്ധിക്കൂലെന്ന്. പക്ഷെ അതിൻ്റെ ചെറിയ പടമായതുകൊണ്ടേ. പക്ഷെ ഓൾറെഡി ഇയാൾ അതിലൊരു കളി കളിച്ചതിന് സംശയമുണ്ട്. കാരണം ഇത് ഡിലീറ്റ് ചെയ്ത് വിത്തിൻ മിനിറ്റ്സ് ഒരു ഗ്രൂപ്പ് ഉണ്ട്, സിനിപോളിസ് അല്ല, എന്തായാലും സിനി ഫയൽസ് എന്ന് പറഞ്ഞ ഗ്രൂപ്പ് ഉണ്ട്. അതിലൊരു ഫേക്ക് ഐ ഡി ഉണ്ട്. അത് ആരെ ഐ ഡി എന്ന് എനിക്കറിയില്ല. അത് പേര് ഓർക്കുന്നില്ല. എന്തോ ഒരു പ്രണവ് മോഹൻലാലിന്റെ ഫോട്ടോ വെച്ചിട്ടുള്ള ഒരു ഐഡിയ എനിക്ക് മനസ്സിലായി. പേരെനിക്ക് ഓർമ്മയില്ല. അപ്പോ ഇയാളെ വിത്തിൻ മിനിറ്റ്സ് ഞാൻ ഡിലീറ്റ് ചെയ്ത ഉടനെ പോസ്റ്റ് വരണമെങ്കിൽ ഓൾറെഡി പ്ലാൻഡാ. അപ്പൊ ഇയാളിങ്ങനെ ഇതിനപ്പുറത്തെ പ്ലാൻ ചെയ്യുന്ന ഞാനറിയില്ല. ഞാനൊരു ശല്യം ഒഴിവാട്ടം വെച്ച് ചെയ്ത കാര്യം ഇയാൾ എന്ത് ചെയ്ത്, ഇയാളത് വെച്ച് കളിച്ച്. ഇയാൾ അപ്പം തന്നെ പോസ്റ്റ് വന്നപ്പോൾ അതിൽ വേറെ സംഭവം ഉണ്ടായി. ഇത് ഡിലീറ്റ് ചെയ്ത കാര്യം പിന്നെ നിരന്തരം പോസ്റ്റ് വരാം. പിന്നെ ഇവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ സിനിമാക്കാർ തള്ളറിയാലോ. ഇവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ വേറെ പല സിനിമാക്കാരും പറഞ്ഞ കേട്ടാ, അയാൾ നേരെ എൻ്റെ വീട്ടിലേക്ക് വന്നിട്ട് എന്നെ ഗൺ പോയിന്റിൽ നിർത്തി. എന്നിട്ട് തലയ്ക്ക് തോക്ക് വെച്ചിട്ട് അപ്പം തന്നെ ഞാൻ ഡിലീറ്റ് ചെയ്തെന്നൊക്കെയാണ് സിനിമാക്കാർ പറഞ്ഞു നടക്കുന്നത്. അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ എൻ്റെ ഒരു മാനസികാവസ്ഥ പിന്നെ എനിക്കതിൽ റിഗ്രറ്റ് ഉണ്ടായിട്ടുണ്ട്. അന്നൊരിക്കലും അങ്ങനെ റിഗ്രറ്റ് ഉണ്ടായിട്ടുണ്ട് ചെയ്തതിൽ. അപ്പോൾ ഇതിവർ പ്ലാൻ ചെയ്തിട്ട്, അതായത് ഇവർക്കൊരു ബ്രേക്ക് ത്രൂ ആണായിരുന്നു. അതായത് എത്രയും കാലം ഉണ്ടായിരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്ത് പറഞ്ഞാലും വഴങ്ങൂല, പൈസ വാങ്ങൂല, ഭീഷണിപ്പെടുത്തി വഴങ്ങൂല. അപ്പം അത് ഇവർക്ക് പൊളിച്ചിട്ട് എൻ്റെ ആ ഒരു ഐഡൻറ്റിറ്റി ഇവർക്ക് പൊളിക്കണമായിരുന്നു. ക്രെഡിബിലിറ്റി ഇവർക്ക് പൊളിക്കണമായിരുന്നു. അപ്പോൾ ആ ക്രെഡിബിലിറ്റി പൊളിക്കാൻ വേണ്ടിയിട്ട് ഇവരെന്ത് ചെയ്തു,
പ്ലാൻഡ്. ഇതിന്റെ പിന്നിൽ മറ്റേ ഇയാൾ അസോസിയേഷൻ്റെ ആളാണല്ലോ. പിന്നെ ഇയാൾ എന്നെ വിളിച്ചിട്ടൊന്നുമില്ല, പക്ഷെ ഇയാള് വൻ ടീമാണെന്നല്ലോ എനിക്കറിയാം. പഴയ എന്തൊക്കെയോ വൻ കേസസുള്ള ആളാണ്. അപ്പോൾ ഇത് കേട്ടിട്ട് ഇയാൾ എന്നെ അടുത്ത് വീണ്ടും എന്നെ വിളിക്കുമെന്ന് എനിക്കറിയില്ല, ഇന്റർവ്യൂ കണ്ടിട്ട്. ഇപ്പൊ അത് പറയാനുള്ള ഒരു ഒരു ഇത് പ്രചോദനം വന്നത് പ്രചോദനത്തിനല്ല, അത് നമ്മൾ ഓരോ മൂഡല്ലേ. ഇതേ ക്വസ്റ്റ്യൻ മുമ്പും പലരും ചോദിച്ചിട്ടുണ്ട്. ബൈജു എന്നാരും ഇന്റർവ്യൂവിലാണ് ചോദിച്ചിട്ടുണ്ട്, അല്ലെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതൊരു വാക്കൻ ഇന്റർവ്യൂ ആയിട്ട് ഇത്ര വിശദമായി പറയാൻ പറ്റിയില്ല. അപ്പൊ ഇയാളെ നാളെ ആളെയും കൂട്ടി വരുമെന്ന് എനിക്കറിയില്ല. അപ്പൊ ഇതെന്താ വെച്ചാൽ ഓരോ പിന്നെ നമുക്കൊരോ മൂഡല്ലേ. പക്ഷെ അത് ഞാൻ ഇതുവരെ യൂസ് ചെയ്യുന്നുള്ള ഞാൻ അറിഞ്ഞില്ല. മനസ്സിലായോ? ഇവരിത് എൻ്റെ ക്രെഡിബിലിറ്റി തകർക്കാൻ, അല്ലെങ്കിൽ ഞാനിങ്ങനെ കീഴടങ്ങുന്ന ആളാണെന്ന രീതിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി പ്രൊപ്പഗാൻഡയായിട്ട് യൂസ് ചെയ്യുന്നുള്ള ഞാൻ അറിഞ്ഞില്ല. ഞാൻ വിചാരിച്ചു ഇയാൾക്ക് ഒരു മാനസിക പ്രശ്നം ഉണ്ടായി പടത്തെക്കുറിച്ച് അങ്ങനെ പറഞ്ഞാൽ. അപ്പം അത് ഞാൻ പറഞ്ഞില്ലേ, ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ, ഇത് ഡിലീറ്റ് ചെയ്ത് ആരും അറിയില്ലെന്ന് വിചാരിച്ചേ. കാരണം എന്നെ എത്ര ആൾക്കാർ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിലും ഒരു സംഭവം ഡിലീറ്റ് ആയി എന്നേ വിചാരിച്ചുള്ളൂ. അപ്പം ഇനിയിപ്പോൾ ടെക്നിക്കലി ഡിലീറ്റ് ആവുമല്ലോ, കോപ്പിറൈറ്റ് വന്നിട്ട് ഡിലീറ്റ് ആവുമല്ലോ. അത് ആൾക്കാർ അങ്ങനെ എടുത്തോട്ടെ ഞാൻ വിചാരിച്ചാ. നോക്കും ഇവർ തന്നെ പറഞ്ഞു, തോക്കിൻ്റെ മുമ്പിൽ നിർത്തിയിട്ട് ഡിലീറ്റ് ചെയ്യിപ്പിച്ച ഇവർ തന്നെ പറഞ്ഞ് പാട്ടാക്കി. അതോടെ ആൾക്കാർക്ക് മനസ്സിലായി ഡിലീറ്റ് ചെയ്താണെന്ന്. അപ്പം അത് കഴിഞ്ഞ കാര്യം. പിന്നെ അതിന് ശേഷം പുള്ളി പടം ചെയ്തിട്ടില്ല. പിന്നെ മറ്റേ ഇത് സമ്മർ 80 റിലീസ് ചെയ്യുന്നു ദേവദൂതൻ. പക്ഷെ അത് എനിക്ക് താല്പര്യമില്ലാത്ത പടങ്ങളായിട്ട് കണ്ടിട്ടില്ല. ദേവദൂതൻ എനിക്ക് താല്പര്യമില്ലാത്ത പടം. പക്ഷെ നല്ലൊരു സിനിമയല്ല ദേവദൂതൻ. അതിൽ എനിക്ക് ആ ജോൺറ വലിയ താല്പര്യമില്ല. അതായത് താല്പര്യമുണ്ട്, പുതിയ പടമാണ് താല്പര്യം. റീവാച്ച് ചെയ്യാൻ എനിക്ക് പടം കണ്ടിട്ടുണ്ട്. എനിക്ക് ഹൊററും ഫാന്റസിയും റീവാച്ച് ചെയ്യാൻ താല്പര്യമില്ല. രാവണപ്രഭു ഞാൻ 2 വട്ടം കണ്ടു റിലീസിന്. എനിക്ക് കൈൻഡ് ഓഫ് മാസ് അന്ന് അല്ല, ഇപ്പൊ റീറിലീസ് ചെയ്യുമ്പോൾ 2 വട്ടം കണ്ടു. ഇത്തവണ 2 വട്ടം. കാരണം ദിവസം മൈ കപ്പ് ഓഫ് ടീ. അപ്പൊ എനിക്കത് കാണാൻ താല്പര്യം ഉണ്ടാവും, അല്ലാതെ സ്റ്റേറ്റ് അല്ല. ഇപ്പം അശ്വന്തൊക്കെ കീഴടങ്ങുന്ന ഒരാളാണെന്നൊരു ടോക്ക് വരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും അതൊരു താപ്പാണ്, അവനെ ഭീഷണിപ്പെടുത്തി. അങ്ങനെ ഒരുപാട് കൂടുതൽ പിന്നീട് വന്നിട്ടുണ്ടാവില്ല. അതിന് മുമ്പ് വന്നിട്ടുണ്ട്. ഓക്കെ, പക്ഷെ ഇതൊരു പുള്ളിയെ ഈ രീതിയിൽ ഭീഷണിപ്പെടുത്തി കഴിഞ്ഞാൽ നടക്കും. പുള്ളിക്ക് നല്ല അപ്രീഷിയേഷനും കിട്ടി. കാരണം വേറെ ആർക്കും സാധിക്കാത്ത കാര്യങ്ങൾ സാധിച്ചില്ല. അപ്പൊ ഇയാള് ഭയങ്കര ഡോണാണ്, അപ്പൊ അതുകൊണ്ടൊക്കെ സാധിച്ചു എന്നുള്ള ഒരു ഇതുവരെയും ചെയ്തു. പിന്നീട് വന്ന ഭീഷണികളോടൊക്കെ എന്താണ് പ്രതികരണം ഉണ്ടായത്? പിന്നീട് ഒരുപാട് സിനിമ എപ്പോഴും വിളിക്കണ്ടാവും, സ്വാഭാവികമായിട്ടും മെസ്സേജ് ആയിട്ടുണ്ടാവും. അല്ല, ഞാൻ കോൾ എടുക്കലില്ല അധികം. ഞാൻ ഈ വീക്കെൻഡ്സിൽ കോൾസ് എടുക്കാറില്ല. പിന്നെ വല്ല ഡെലിവറി ഉണ്ടെങ്കിൽ കോൾ എടുക്കുമ്പോൾ മാറിപ്പോകുന്നുള്ളൂ. കാരണം നമുക്കറിയില്ലല്ലോ ഡെലിവറി പോയാണോ വിളിക്കുന്നത്, സിനിമാക്കാരാണെന്ന്. അല്ലാതെ ഞാൻ അൺനോൺ നമ്പേഴ്സ് കോൾസ് എടുക്കാറില്ല. വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച കാര്യമില്ലല്ലോ. ഈ ഏതെങ്കിലും ഒരു ആക്ടറുടെ പേര് പറയണ്ട, നമ്മളൊക്കെ അത്രയും അറിയുന്ന ഒരു നടനോ അല്ലെങ്കിൽ ഒരു അങ്ങനെ ആരെങ്കിലും ഒരാൾ വിളിച്ചിട്ട് അയാളുടെ പടത്തിനെ പറ്റി സംസാരിച്ചതിനെ പറ്റി എന്തെങ്കിലും സംസാരിക്കുമല്ലോ? എങ്ങനെ നല്ലത് കാണോ അല്ലെങ്കിൽ ചീത്ത വിളിച്ചാണോ? മോശം. നല്ലത് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അംഗീകരിക്കുമല്ലോ. മോശം പറയുമ്പോഴാണല്ലോ എല്ലാവർക്കും ദേഷ്യം വരുള്ളൂ. നടന്മാരാരും വിളിച്ചായിട്ട് ഞാൻ ഓർക്കുന്നില്ല. ഡയറക്ടേഴ്സും പ്രൊഡ്യൂസേഴ്സും പിന്നെ പ്രൊഡ്യൂസറെ താങ്ങുന്ന ആൾക്കാരും അങ്ങനത്തെ ആൾക്കാരൊക്കെ ഉള്ളൂ. നടന്മാരാരും വിളിച്ചില്ല. കാരണം അവർക്കൊരു ഇതുണ്ടാവില്ല, ഇത് പുറത്ത് വിട്ട് കഴിഞ്ഞാൽ നാണക്കേടല്ലേ. മറ്റവർക്ക് നാണക്കേടില്ലല്ലോ പ്രൊഡ്യൂസേഴ്സിന്. അവരാരാ ഉണ്ണിക്ക് വൻ പണിയല്ലേ കിട്ടിയത്. ഉണ്ണി ഇമ്മച്ചുവറായിട്ട് അത് ഡീൽ ചെയ്തുകൊണ്ട് പ്രശ്നം വന്നില്ലേ. അതുപോലെ സീക്രട്ട് ഏജന്റ് അത് അതിൽ മൂപ്പർക്ക് നല്ല റീച്ചും കിട്ടി. നടന്മാരും ഒരിക്കലും അങ്ങനെ നിൽക്കൂല. അവർ വേണേൽ വേറെ കൊണ്ട് വിളിപ്പിച്ചാലേ ഉള്ളൂ. എന്നെ വിളിച്ചിട്ടില്ല, ഒരു നടൻ വിളിച്ചില്ല. അല്ലാതെ താങ്ക്സ് പറയാൻ വേണ്ടി വിളിച്ചിട്ടുണ്ട്, ഇഷ്ടം പോലെ വിളിച്ചിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പം അശ്വന്ത് ഒരു നല്ലത് പറഞ്ഞു കഴിഞ്ഞാൽ പിറ്റേ ദിവസം എല്ലാ പ്രൊമോഷൻ ഗ്രൂപ്പുകളിലും കാര്യങ്ങളിലും ഒക്കെ അശ്വന്തിന്റെ നല്ലത് പറയുന്നതിന്റെ പോയിന്റ് എടുത്ത് വെച്ചിട്ടായിരിക്കും ഫസ്റ്റ് ടീസർ വരുന്നത്. അതിനെ അവർക്ക് തെറി കേൾക്കാറുണ്ട്. കാരണം അതിന്റെ തൊട്ട മുമ്പിലത്തെ സിനിമ മോശം പറഞ്ഞ ആൾക്കാർ തന്നെ നാണമില്ലേ ഇവന്റെ ഒക്കെ എടുത്തിട്ട് ഇടാൻ. പ്രത്യേകിച്ച് നടന്മാർക്ക് നല്ല തെറി കേൾക്കും. ഇവന്റെ ഒക്കെ ഇടാൻ നാണമില്ലേ മറ്റേ ഇല്ലേ. പക്ഷെ അത് കയറിയാത്ത ആൾക്കാർ ഇടാറുണ്ട്. അതായത് മോശം പറയുമ്പോൾ നമ്മൾ തെറി വിളിക്കും, നല്ലത് പറയുമ്പോൾ എടുത്തിട്ടും. അത് എന്റെ മാത്രമല്ല, ഒരുവിധം എല്ലാവരും ഉണ്ണീന്റെ ഒക്കെ ഇടാറുണ്ട്. ഇത്രയും നമ്മളൊരു റിവ്യൂ ചെയ്യുന്നു, അതിന്റെ നമ്മൾ സ്വസ്ഥമായിട്ട് വീട്ടിൽ പോയിരിക്കണം. പിന്നീട് നടക്കുന്ന ഈ കോലാഹലമൊക്കെ എങ്ങനെ എൻജോയ് ചെയ്യുന്നു കണ്ടിട്ട് നോക്കൂ. ഈ കമന്റ്സ് ഒക്കെ വരുന്നു, ആളുകൾ പ്രസ് മീറ്റ് ചെയ്തിട്ട് അശ്വന്തോ കാരാണ് എന്നെ വെല്ലുവിളിക്കും, ഞാൻ അവനെ വെല്ലുവിളിക്കും, അവൻ എന്നെ ചിലപ്പം എന്താണ് താറടിച്ച് കാണിച്ചേക്കാം, പക്ഷെ എനിക്കത് പ്രശ്നമല്ല, അയാളാണ് പറയാൻ. ഇങ്ങനെ ഒരുപാട് നടന്മാരും ടെക്നീഷ്യന്മാരും ഒക്കെ ഇങ്ങനെ വെല്ലുവിളിക്കുന്നുണ്ട്. അപ്പം അന്നേരം ഒന്നും അശ്വന്ത് മറുപടി കൊടുക്കാൻ കണ്ടിട്ടില്ല. ഈ ഒരു റിവ്യൂ പറയുന്നു സമാനമായിട്ട് വീട്ടിൽ നിന്നെല്ലാം കണ്ട് എൻജോയ് ചെയ്യണം. മറ്റേ ഈ സ്പൈഡർ സിനിമയിലെ സൂര്യ സൈക്കോയിട്ട് അല്ല, കയോസ് എനിക്ക് ഇഷ്ടമാണ്. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാല് എന്റെ ലൈഫ് വീക്കെൻഡ്സിൽ ഒരു ലൈഫും വീക്ക് ഡേയ്സിൽ വേറെ ലൈഫാണ്. മനസ്സിലായില്ല. അതായത് വീക്കെൻഡ് ആകുമ്പോൾ ഞാൻ വേറെ മോഡലാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, നേരത്തെ ഉറങ്ങണം, റിവ്യൂസ് ചെയ്യണം,
കുറച്ചും കൂടെ നമ്മൾ വർക്കഹോളിക്കായിട്ട് ചെയ്യേണ്ടി വരും. ആ. അപ്പോൾ ഒരു വീക്കിൽ ഇപ്പം ഞാനിപ്പോൾ ഒരു റിവ്യൂ ഇട്ട് ഇപ്പം 2 വലിയ സിനിമ ഇറങ്ങിയെന്ന് വെച്ചാൽ ഇപ്പം ഹൃദയപൂർവ്വം ലോക ഒരു ദിവസം ഇറങ്ങിയ സിനിമ. അപ്പം സ്വാഭാവികമായിട്ടും ലാലേട്ടൻ സിനിമയിൽ നമ്മൾ ആദ്യം കാണാം. അപ്പോൾ ഹൃദയപൂർവ്വം ഞാൻ വീഡിയോ ഇട്ട് ഞാൻ അതിൻ്റെ ആദ്യം വരുന്ന കമൻസ് നോക്കും. കാരണം നമുക്ക് ഒരു സപ്പോർട്ട് നമ്മൾ പറഞ്ഞതിന് അനുകൂലമായിട്ടാണോ ആൾക്കാർ ഇതിനെ വിലയിരുത്തുന്നത് അറിയാൻ വേണ്ടിയിട്ട് നോക്കും. ഒരു 100 കമൻസ് 200 കമൻസ് ഒക്കെ കഴിഞ്ഞാൽ പിന്നെ ഞാൻ നോക്കാറില്ല. പിന്നെ ഇത് അത്രയും കമൻസ് വരും. എൻ്റെ മിനിമം ഒരു വലിയ പടത്തിനൊക്കെ 1000, 2000, 3000, 4000 കമൻസ് ഒക്കെ വരും. എമ്പുരാനൊക്കെ എത്രയോ 10,000 കണക്കിന് 20,000 കണക്കിന് കമൻസ് ഉണ്ട്. അപ്പോൾ ഇതൊന്നും വായിക്കാൻ കഴിയില്ല. അപ്പോൾ ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് ക്യൂരിയോസിറ്റി പോകുന്ന ഒരാളാണ്. ഞാൻ ക്യൂരിയോസിറ്റി പോണ ഒരാളാണ്. ഓക്കെ. അതായത് എനിക്ക് ഒരു കാര്യത്തിന് ക്യൂരിയോസിറ്റി അധികം ലിങ്കർ ചെയ്ത് നിൽക്കില്ല. അപ്പം ഞാൻ ഹൃദയപൂർവ്വം ഇട്ട് അപ്പോൾ എനിക്ക് ക്യൂരിയോസിറ്റി ഉണ്ട്. അത് കഴിഞ്ഞ് ലോക കണ്ട് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഹൃദയപൂർവ്വത്തെ മൈൻഡ് ചെയ്യില്ല. പിന്നെ എൻ്റെ ക്യൂരിയോസിറ്റി ലോകയിലായിരിക്കും. അപ്പോൾ പിന്നെ ലോക നോക്കിക്കൊണ്ടിരിക്കും കുറച്ച് സമയം. അത് കഴിഞ്ഞ് ഞാൻ ഉറങ്ങി പിറ്റേന്ന് അടുത്ത പടം കണ്ടാൽ പിന്നെ അതിൻ്റെതാണ്. പിന്നെ ലോക ഞാൻ നോക്കില്ല. അത് പിന്നെ അതിൻ്റെ ക്യൂരിയോസിറ്റി ആയി പോയി. അങ്ങനെ ഇപ്പോൾ 4 പടം ഉണ്ടെങ്കിൽ 4ാമത്തെ പടം കണ്ടു കഴിഞ്ഞ് അതിൻ്റെ കുറച്ച് കമൻസ് നോക്കുമ്പോഴത്തേക്ക് എൻ്റെ വീക്കെൻഡ് അവസാനിച്ച്. പിന്നെ ആരൊക്കെ എന്തൊക്കെയോ കമൻസ് ഇടുന്നു, എന്തൊക്കെയോ ഷെയർ ചെയ്യുന്നു, എന്തൊക്കെയോ ട്രോൾ വീഡിയോ ഉണ്ടാക്കുന്നു, എന്തൊക്കെയോ പ്രസ് മീറ്റ് വിളിക്കുന്നു. ഇത് മിക്കവാറും ലിങ്ക് അയച്ചു തരും ആൾക്കാർ. ഇൻസ്റ്റയിലൊക്കെ ലിങ്ക് അയച്ചു തരും. ഇപ്പോൾ ലിങ്ക് കിട്ടുന്ന ഞാൻ തുറന്ന് നോക്കും, അല്ലെങ്കിൽ സെർച്ച് ചെയ്ത് ഞാൻ നോക്കാറൊന്നുമില്ല. പിന്നെ ഇത് നമ്മൾ യൂസ്ഡ് ആയല്ലോ അത് കണ്ടിട്ട്. പിന്നെ അടുത്ത വീക്കെൻഡ് വരെ ഞാൻ ഓഫ് ഡ്യൂട്ടിയാണ്. അതുപോലെ തന്നെ ഞാൻ ചില്ല് ചെയ്യാനെങ്കിൽ ഇരിക്കും. ഞാനിതൊന്നും നോക്കുന്നില്ല.